നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ജൂലൈ മാസം 7 ചൊവ്വാഴ്ചയാണ് നാളത്തെ ദിവസം. ദൈവിക ജ്യോതിഷ ഗണിത പ്രകാരവും വാനശാസ്ത്ര പ്രമാണങ്ങൾ പ്രകാരവും അതീവ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസം തന്നെയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നെത്താൻ പോകുന്ന ചൊവ്വാഴ്ചയായ നാളത്തേത്. പ്രപഞ്ചനാഥനായ ഭഗവാൻ പരമശിവന്റെയും നമ്മുടെ ജീവിതത്തിലെ വിഘ്നങ്ങളെ ഇല്ലാതെയാക്കുന്ന വിഘ്ന നിവാരകനായ ഭഗവാൻ ഗണപതിയുടെയും ധനലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരേപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വർഷിക്കുന്ന അത്യപൂർവമായ ഗ്രഹയോഗങ്ങളാണ് നാളത്തെ ദിനത്തിൽ സംഭവിക്കാൻ പോകുന്നതും പ്രത്യേകതയും. അപ്പോൾ ജ്യോതിഷ ഭൂഷണ ഗ്രന്ഥങ്ങളിലെ ഗണിതവിധികളും വരാഹമിഹിരൻ്റെ ബൃഹത് ജാതക പ്രമാണങ്ങളും വിശകലനം ചെയ്യുമ്പോൾ നാളെ ആകാശമണ്ഡലത്തിൽ വലിയൊരു ഊർജ്ജമാറ്റമാണ് ദൃശ്യമായി കാണുന്നത്. അപ്പോൾ നാളത്തെ നക്ഷത്രവും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്കാണ് അതിശയിപ്പിക്കുന്ന ഭാഗ്യയോഗങ്ങളും ശോഭനമായ ഭാവിയും കൊണ്ടുവരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക, ഒരു വാക്കുപോലും വിട്ടുകളയാതെ ഹൃദയത്തിലേറ്റാനായിട്ടൊന്ന് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം നാളത്തെ പഞ്ചാംഗ വിവരങ്ങളൊന്ന് കൃത്യമായി നോക്കാം. 1201 മിഥുനമാസം 23-ാം തീയതിയാണ് നാളെ സൂര്യോദയ സമയത്ത് നിലകൊള്ളുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. വൈകുന്നേരം 4:24 വരെ ഉത്രട്ടാതി നക്ഷത്രം തന്നെയായിരിക്കും. അതിന് ശേഷം വരുന്നത് മോക്ഷപ്രദായകമായ രേവതി നക്ഷത്രവുമായിരിക്കും. അപ്പോൾ പൂർണ്ണമായി നമ്മൾ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ അധീനതയിലാണെങ്കിലും 4:24 കൂടി നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട്. പിന്നെ രേവതി നക്ഷത്രമായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ തിഥി പരിശോധിച്ചാൽ നാളെ പകൽ 1:25 വരെ ആഷാഢ കൃഷ്ണപക്ഷ സപ്തമിയാണ്. അതിനുശേഷം പരമശിവന്റെ രൗദ്രഭാവമായ കാലഭൈരവനെ വണങ്ങുന്ന പുണ്യദിനമായ കാലാഷ്ടമിയും ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ യോഗം ശോഭന യോഗമായി അല്ലെങ്കിൽ ശോഭനമായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദിവസം കൂടിയാണ്. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ വിന്യാസം കൂടി ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ചന്ദ്രൻ നാളെ മീനക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. മീനരാശി എന്നത് വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കാരകനായ വ്യാഴത്തിൻ്റെ രാശിയിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ വലിയൊരു ആത്മീയവും ഭൗതികവുമായ ഉണർവ് പ്രപഞ്ചത്തിനുണ്ടാകും. അതിൻ്റെ ഫലമായ പ്രപഞ്ചത്തിൽ വസിക്കുന്നതായ നമ്മൾ മനുഷ്യരിലേക്കും. അപ്പോൾ നാളെ രാഹുകാലം വരുന്നത് രാവിലെ 7:30 കൂടി 9 വരെ ആയിരിക്കും രാഹുകാലമുള്ളത്. അപ്പോൾ ഈ ഒരു സമയങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ വർജിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഈ ഗ്രഹവിന്യാസവും ശോഭനയോഗവും നിമിത്തം നാളത്തെ ദിവസം ഏറ്റവും ശോഭനമായ ഒരു സുദിനമായി മാറുന്ന അല്ലെങ്കിൽ ശോഭനമായ ഭാവിയും പോസിറ്റീവ് ഗുണങ്ങളും വന്നെത്തുന്ന ആദ്യ രാശി തന്നെ നമുക്കൊന്ന് നോക്കാം. മീനം രാശിക്കാർക്കും ചിങ്ങം രാശിക്കാർക്കുമായിരിക്കും. അതായത് മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കായിരിക്കും. നാളെ ചന്ദ്രൻ മീനം രാശിയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ സ്വന്തം നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് പകുതി പ്രയത്നമാണെങ്കിൽ പോലും അത് പൂർണ്ണമായി നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന് നാളത്തെ ദിവസം ഈ പറഞ്ഞ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വരുന്നൊരു ഭാഗ്യമാണ്. അതായത് നമ്മൾ ചില ദിവസങ്ങളിൽ എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും പൂർണ്ണമായി നമ്മൾ എഫേർട്ട് 100% കൊടുത്താലും നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഫലം കിട്ടണമെന്നില്ല. എന്നാൽ നാളത്തെ ദിവസം പകുതി പ്രയത്നമാണെങ്കിലും പോലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഇരട്ടി ഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരുകയും ഏറെ നാളുകളായി മുടങ്ങിക്കിടന്ന ധനാഗമന യോഗം നാളത്തെ ദിവസം നിങ്ങൾക്ക് തെളിയുന്നതുമാണ്. ഇനി മകം പൂരം നക്ഷത്രക്കാർക്ക് സിംഹരാശിയുടെ അധിപനായി വരുന്നത് സൂര്യനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിഗുണം ഉണ്ടാകുന്നുണ്ട്. നാളത്തെ ദിവസം വളരെയധികം ശോഭനമായി നിങ്ങൾക്ക് മാറുന്നുണ്ട്. മകം പൂരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അതുവഴി വലിയൊരു അംഗീകാരങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും. ഇനി ഉദ്യോഗസ്ഥരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് പ്രശംസ പിടിച്ചു പറ്റാനുള്ള കാര്യങ്ങൾ നാളത്തെ ദിവസം ചെയ്യാൻ സാധിക്കും. ബിസിനസ്സിൽ അപ്രതീക്ഷിത ലാഭം കൊയ്യാൻ സാധിക്കുന്ന വളരെയധികം ഭാഗ്യം വന്നു ചേരുന്ന കുടുംബത്തിലും സന്തോഷവും സമാധാനവും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്ന ഒരു സുദിനം തന്നെയായിരിക്കും നാളത്തേത്. അടുത്തതായി ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥാനം കൊണ്ട് സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന നക്ഷത്രങ്ങൾ രോഹിണി, മകയിരം എന്നീ 2 നക്ഷത്രങ്ങളാണ്. അതായത് നിങ്ങൾക്ക് നാളെ ധനലക്ഷ്മിയുടെ കടാക്ഷം പൂർണ്ണമായും ഉണ്ടാകുന്നതാണ്. വായ്പകളൊക്കെ ലഭിക്കാൻ അല്ലെങ്കിൽ ലോണിന് കാത്തിരിക്കുന്നവരാണെങ്കിൽ ലോണ് പാസ്സാകാനും കൊടുക്കാനുള്ള കടങ്ങൾ വീട്ടിൽ തീർക്കാനുള്ള നിങ്ങളുടെ ശ്രമം നാളത്തെ ദിവസത്തോടു കൂടി അത് പൂർണ്ണമാകുന്നതായിരിക്കും. വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും. ഇനി ഭൂമി ഇടപാടുകളിൽ വസ്തു ക്രയവിക്രയങ്ങൾ നടത്തുന്ന
ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന അനുകൂലമായ പ്രവൃത്തികൾ നിങ്ങളാൽ ചെയ്ത് ധനസമ്പാദന യോഗം നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് മൂലം പൂരാടം നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയായ ധനുവിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ദിവസം തന്നെയാണ് നാളെ. തടസ്സപ്പെട്ട് കിടന്നതായ പല കാര്യങ്ങളും നാളത്തെ ദിവസം തടസ്സങ്ങളൊക്കെ മാറുന്നതാണ്, വഴി തുറന്നു കിട്ടുന്നതാണ്. വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ നല്ല ഒരു വാർത്ത നിങ്ങളുടെ കാതുകളെ തേടിയെത്താനുള്ള യോഗവും ഭാഗ്യവും കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നവരോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വാരസ്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികളാണെങ്കിലും പരസ്പര സ്നേഹത്തോടു കൂടി നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ നാളത്തെ ദിവസം വളരെയധികം നിങ്ങൾക്ക് സഹായകമാകുന്നതാണ്. അപ്പോൾ ഞാൻ ഈ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് നാളെ 100% ഭാഗ്യം തന്നെയായിരിക്കും. നല്ല രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്ന അശ്വതി, ഭരണി, കാർത്തിക, ആയില്യം, തൃക്കേട്ട, വിശാഖം എന്നീ നക്ഷത്രക്കാർ നാളത്തെ ദിവസം നിങ്ങൾക്ക് മിശ്ര ഫലമായിരിക്കും വന്നു ചേരുന്നത്. ഗുണദോഷ സമ്മിശ്രമായ ഫലം. ഗുണവും അധികരിക്കില്ല, ദോഷവും അധികരിക്കില്ല. അപ്പോൾ വലിയ ദോഷങ്ങളൊന്നും തന്നെ ഈ ഗ്രഹചാര പ്രകാരം കാണുന്നില്ല, അതാദ്യം പറയുകയാണ്. എങ്കിലും ചൊവ്വാഴ്ച ദിവസമായതിനാൽ ദേഷ്യം ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ ധനമിടപാടുകളൊക്കെ നടത്തുമ്പോഴും കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപരിചിതരായ ആളുകളെ വിശ്വസിച്ച് വലിയ തുകകളൊക്കെ വായ്പ കൊടുക്കുന്ന കാര്യമുണ്ടെങ്കിൽ ധനകാര്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ് അത് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ വാഹനം ഓടിക്കുമ്പോഴുമൊക്കെ അതീവ ശ്രദ്ധ നിങ്ങളൊന്ന് കൊടുക്കുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. ഇനി നാളത്തെ ഈ ഒരു പുണ്യദിനത്തിൻ്റെ പൂർണ്ണമായ ഫലം നമ്മളിലേക്ക് വന്നു ചേരണം. ഭാഗികമായിട്ടല്ല, നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പൂർണ്ണ ഫലം വന്നു ചേരാൻ ഈ തടസ്സങ്ങളെ ദൂരീകരിക്കാനായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതും നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ അതിനു കൂടി മറുപടി പറയാം. അതായത് ദൈവീക പരിഹാരമുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കിയാൽ നാളെ ചൊവ്വാഴ്ച ദിവസമാണല്ലോ. അപ്പോൾ ഉത്രട്ടാതി നക്ഷത്രം കൂടി വരുന്നുണ്ട്, കാലാഷ്ടമിയും വരുന്നുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ നാളെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായിട്ട് വീട്ടിലെ പൂജാമുറിയിൽ ഒരു ദീപമൊക്കെ കൊളുത്തി ഭഗവാൻ ഗണപതിയെയും അതേപോലെ ഭഗവാൻ മഹാദേവനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് പ്രധാന കാര്യങ്ങൾക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോ ദർശനം നടത്തി ചുവന്ന പുഷ്പങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൊണ്ട് വീട്ടിൽ തന്നെ ഒരു തിരി തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങളെയും അതേപോലെ രാഹുദോഷങ്ങളെയും ഒക്കെ ഇല്ലാതാക്കി ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുന്നതിന് ഇതുവഴിയൊക്കെ നമ്മൾ നടത്തുന്നതായ ഓരോ പ്രാർത്ഥനകളും ഇരട്ടി ഫലം നമ്മളിലേക്ക് തരികയും നമ്മുടെ ദോഷത്തെ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ദൈവിക ഗണിതപ്രകാരമുള്ള അറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വെളിച്ചമായി ഓരോ ദിവസവും വർദ്ധിക്കട്ടെ എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓരോ ദിവസവുമുള്ള ഗ്രഹഫലങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നടത്തേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. അപ്പോൾ ജ്യോതിഷം എപ്പോഴും മനുഷ്യർക്ക് ഒരു വഴികാട്ടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ വഴി തെളിയിച്ചു തരുമ്പോൾ ആ വഴിയിലൂടെ നടക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. ഭഗവാൻ അത് വഴി തെളിയിച്ചു തരാനേ സാധിക്കുകയുള്ളൂ. നമ്മളെ അതുവഴി നടത്താനായിട്ട് നമ്മൾ തന്നെ എഫേർട്ട് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏവർക്കും പൂർണ്ണ ഐശ്വര്യപ്രദമായ ഒരു ദിവസമായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് നിർത്തുന്നു. മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.